ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പരമ്പര ഇന്ന് 9-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അധ്യായങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ഉം 19-ഉം അധ്യായങ്ങളും, ജോബിൻ്റെ പുസ്തകം 7-8 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗമാണ്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാം ഉണ്ടായിരുന്നിട്ടും സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അബ്രാഹത്തെയാണ് നമ്മൾ 18-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്ക ഭാഗത്ത് കണ്ടുമുട്ടുന്നത്. അങ്ങനെ വേദനിച്ചിരിക്കുന്ന അബ്രാഹത്തിന് നേരെ 3 പേര് കടന്നു വരികയാണ്. ആരാണെന്നൊരു വ്യക്തത അബ്രാഹത്തിനില്ല. അവരെക്കുറിച്ചൊരു മുൻധാരണയില്ല, അങ്ങനൊരു പ്രതീക്ഷയില്ല. പക്ഷെ അങ്ങനെ തൻ്റെ അടുത്തേക്ക് വരുന്ന വ്യക്തികളെ അബ്രാഹം വളരെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുകയാണ്. അവരെ അതിഥികളായി കണ്ട് സ്വീകരിച്ച് നല്ല ഭക്ഷണം ഒരുക്കി അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. സഹജീവികളോടുള്ള ഒരു സഹജവാസന, അതിൻ്റെ പാരമ്യത്തിൽ ദൈവപുരുഷനായിട്ടുള്ള അബ്രാഹത്തിൽ കണ്ടുമുട്ടുകയാണ്. യഥാർത്ഥത്തിൽ ആരാ വന്നത് എന്ന് അബ്രാഹത്തിന് അറിവില്ലായിരുന്നു. പക്ഷെ വന്നത് ദൈവദൂതന്മാരായിരുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികളുടെയൊക്കെ മഹത്വം വലിപ്പം അനുസരിച്ച് നമുക്ക് സ്വീകരിക്കാനും അവരോട് പെരുമാറാനും എളുപ്പമാണ്. അബ്രാഹം വളരെ ഔന്നത്യത്തോടു കൂടി ആരാണെന്ന് തിരിച്ചറിവില്ലാതെ അവരെ സ്വീകരിക്കുന്നു. അവർ ദൈവദൂതന്മാരായിരുന്നു എന്നതാണ് പ്രത്യേകത. യഹൂദ പണ്ഡിതന്മാർ പറയുന്നത് ദൈവം തന്നെയാണ് അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് വന്നതെന്നാണ്. കാരണം ഈ വന്ന 3 പേര് 3 ദൂതുകൾ അബ്രാഹത്തിന് കൊടുക്കുന്നുണ്ട്. 1-ാമത്തെ ദൂത് പ്രകാരമാണ് അബ്രാഹത്തോട് സംസാരിച്ച് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അബ്രാഹത്തെ അറിയിക്കുന്നു. 2-ാമത്തെ ദൂത് അടുത്ത വസന്തത്തിൽ സാറായിക്ക് കുഞ്ഞുണ്ടാകുമെന്നുള്ള മംഗളവാർത്ത അറിയിക്കുകയാണ്. 3-ാമത്തെ ദൂത് സോദോം ഗൊമോറ പ്രദേശങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് അബ്രാഹത്തോട് പറയാം. യഹൂദ പണ്ഡിത വ്യാഖ്യാനമാണ് ഈ 3 പേരെക്കുറിച്ച് നമ്മൾ കണ്ടത്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ശൈലിയോട് ചേർത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നവരോട് നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ്. എന്തായിരിക്കണം നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഏത് മനുഷ്യരോടും എന്ന് അബ്രാഹത്തിൻ്റെ രീതിയിലൂടെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുന്നത് വലിയ നന്മയാണ്. നമ്മുടെ ഭവനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ജോലിയിടങ്ങളിലൊക്കെ ഉള്ളവരോട് പെരുമാറുന്ന അനുദിന ജീവിതത്തിലെ രീതികളെ ഒന്ന് നമുക്ക് വിചിന്തന വിഷയമാക്കുന്നത് നല്ലതാണ്. ആരുമില്ലാത്തവന്, പാവപ്പെട്ടവന്, ദരിദ്രനെ സംരക്ഷിക്കുന്ന, കാവൽ നിൽക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാതെ പോകരുതെന്നാണ് അബ്രാഹത്തിൻ്റെ ജീവിതശൈലി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അബ്രാഹത്തിൻ്റെ അടുത്ത് വന്ന ഈ ദൂതന്മാർ അവർ സന്തോഷഭരിതരായി അബ്രാഹത്തെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാണ് കടന്നു പോകുന്നത്. ഈ ദൂതന്മാർ തൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ അവരെ കൂടെ ഇറങ്ങി വഴിവക്ക് വരെ കൊണ്ടുചെന്നാക്കി ഏറെ സംതൃപ്തിയോടെ അവരെ യാത്രയാക്കുന്ന ഒരു അബ്രാഹത്തിൻ്റെ ചിത്രം 18-ാമത്തെ അധ്യായത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. തുടർന്ന് 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് സോദോം ഗൊമോറ പ്രദേശങ്ങളെക്കുറിച്ചാണ്. 18-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം പറയുന്നത് അവരുടെ പാപം ഗുരുതരമാണ് എന്നതാണ്. സോദോം ഗൊമോറ പ്രദേശത്തെ മനുഷ്യരുടെ പാപം വളരെ ഗുരുതരമാണ് എന്നാണ് പറയുക. ഗുരുതരമാണെന്ന് പറഞ്ഞാൽ അവർ സ്വവർഗഭോഗത്തിനൊക്കെ അടിമകളാകുന്ന തലത്തിലേക്ക്, ആണും തമ്മിലും പെണ്ണും തമ്മിലൊക്കെയുള്ള സാധാരണയിൽ കവിഞ്ഞ ദൈവം സംവിധാനം നൽകപ്പെട്ട ബന്ധങ്ങൾക്ക് വിപരീതമായിട്ട് കടന്നു ചെന്ന് മുന്നോട്ട് നീങ്ങുന്ന ഒരു ചിന്താഗതി അവിടെ രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവരുടെ പാപം വളരെ ഗൗരവതരമാണ് എന്ന് പറയുന്നത്. അങ്ങനെ അപ്രകാരം വലിയ രീതിയിൽ ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങുന്ന ഒരു ജനതയെക്കുറിച്ച് അബ്രാഹത്തിനോട് പറയുമ്പോൾ അബ്രാഹം ഏറെ വേദനിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്. അവർക്ക് വഴിതെറ്റിപ്പോയി, ജീവിതത്തിലെ തെറ്റുകൾ പറ്റി, ഇനി അവർ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവമേ എന്ന് വളരെ ഹൃദ്യതയോടെ അബ്രാഹം ചോദിക്കുകയാണ്. അപ്പോൾ അബ്രാഹം ഇങ്ങനെ വിലപേശാൻ തുടങ്ങാണ് ദൈവവുമായിട്ട്. ഇനി അവിടെ 50 പേര്
നല്ല മനുഷ്യരുണ്ടെങ്കിൽ നീ കനിവ് കാണിക്കുമോ? അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും കനിവ് കാണിക്കുമെന്ന് പറയുന്നു. എന്നാൽ തുടർന്ന് പിന്നെ അബ്രാഹത്തിന് മനസ്സിലാക്കണം, അവിടെ ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് സാഹചര്യം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അബ്രാഹം പിന്നെ അതിങ്ങനെ നമ്പർ ഇങ്ങനെ കുറച്ച് ഭയത്തോടെ ദൈവത്തെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. 45 ആളുണ്ടെങ്കിൽ, 40 ആളുണ്ടെങ്കിൽ, 30 ആളുണ്ടെങ്കിൽ, 20 ആളുണ്ടെങ്കിൽ, അവസാനം 10 പേരുണ്ടെങ്കിൽ അവരെ നീ രക്ഷിക്കുമോ? അങ്ങനെയാണ് അബ്രാഹം അത്രമാത്രം. അവിടെ ദൈവം പറയാണ് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ രക്ഷിക്കുമെന്ന് അബ്രാഹം പറയാണ്. അവിടെ അബ്രാഹത്തിൻ്റെ ഈ ശൈലിയുടെ ഒരു പ്രത്യേകത ആധുനിക വിശ്വാസികളായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഏത് വലിയ പാപങ്ങളെയും പാപികളെയും തിരിച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പം നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ, അത് ദൈവത്താൽ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നത് പോലും വലിയ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ 18-ാമത്തെ അധ്യായം ഇവിടെ ഈ ചിന്തകളോടുകൂടി നമ്മൾ അവസാനിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടൊരു കാര്യം, ദൈവം നമുക്ക് സമീപ ഭാവിയിൽ ഇങ്ങനെ ഒരു അപകടം, ഒരു ദുഃഖം, ഒരു ദുരിതം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ആ ദുരിതം ഒഴിവാക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു മുൻകൂർ അറിയിപ്പാണ്. അതൊരിക്കലും അങ്ങനെ നശിച്ചു പോകേണ്ടതല്ല. ആ കേൾക്കുന്നവൻ, ശ്രവിക്കുന്നവൻ, മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ വേണ്ട രീതിയിൽ മറ്റുള്ളവരെയൊക്കെ ചേർത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ദൈവത്തിൻ്റെ മുൻകൂർ അറിയിപ്പ്. അതാണ്. അല്ലാതെ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്ന് വിളിച്ചു പറയാൻ തക്ക രീതിയിലുള്ള ഒരു ചിന്തയല്ല ദൈവം അവിടെ കൊടുക്കും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഏവരെയും രക്ഷിച്ചെടുക്കാനുള്ള വലിയൊരു നന്മ ഉണ്ടാകണമെന്ന് 18-ാം അധ്യായം പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മൾ 19-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്മയും കരുണയും വറ്റാത്ത കാലത്തോളം രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ലോത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരാണ്. സോദോം ഗൊമോറ പ്രദേശങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത് പറയുക. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സഭയുടെ വിശ്വാസ പഠന ടെക്സ്റ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 1867-ാമത്തെ നമ്പറിൽ പറയുക, 4 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നുണ്ട് എന്നാണ്. ആ 4 കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തേത് കൊലപാതകം, ബോധപൂർവം നടത്തുന്ന കൊലപാതകം. രണ്ടാമത്തേത് സ്വർഗഭോഗം. മൂന്നാമത്തേത് അനാഥൻ, പരദേശി തുടങ്ങിയവരോടൊക്കെ കാണിക്കുന്ന ക്രൂരത. നാലാമത്തേത് ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരിക്കുന്നത്. ഇവ 4 ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന തെറ്റുകളായിട്ടാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മളെ പഠിപ്പിക്കുക. ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ തകിടം മറിക്കുന്നത് അപകടകരമാണ് എന്ന് സോദോം ഗൊമോറ പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ചിന്താഗതികളും രീതികളും വെച്ച് ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നതുപോലെ രാജ്യരാജ്യാന്തരങ്ങളിൽ ലിവിങ് ടുഗദർ, ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ശക്തി പ്രാപിച്ച് അത് നിയമപരമായിട്ട് അനുവദിക്കാൻ തക്ക രീതിയിലൊക്കെ ശക്തമായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയും അത് നിയമപരമായിട്ട് നടപ്പിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ പോലും ദൈവം ഇതുപോലെ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന തെറ്റുകളായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ കാര്യങ്ങളിൽ കാലങ്ങൾ എത്ര പുരോഗമിച്ചാലും അടിസ്ഥാനപരമായ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളിൽ തുരങ്കം വെച്ചാൽ അത് ആ വ്യക്തികൾക്ക്, ആ പ്രസ്ഥാനങ്ങൾക്ക്, പ്രദേശങ്ങൾക്കൊക്കെ എന്നും അപകടകരമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ 19-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കൊണ്ടു നടക്കേണ്ട ഒരു ചിന്ത, മാതാപിതാക്കൾ മക്കളെ ദൈവഭക്തിയിൽ വളർത്തണമെന്നും സഭയോട് അനുകൂലമായിട്ട് ചേർത്ത് നിർത്തണമെന്നൊക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിലൂടെ പോകാത്തവർക്ക് ഇപ്രകാരമുള്ള മക്കളുടെയോ തങ്ങളുടെയൊക്കെ ജീവിതത്തിലൂടെയുള്ള വഴിതെറ്റലുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഈ അധ്യായം ഓർമ്മപ്പെടുത്തുന്നു. സോദോം ഗൊമോറ ഫലഭൂയിഷ്ഠയുള്ള മണ്ണാണ്, സമ്പത്തുണ്ട്, അഭിവൃദ്ധിയുണ്ട്.
അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്ന ഒരു ഇടമായിട്ടാണ് സോദോം ഗൊമോറ പഴയ നിയമത്തിൽ നിലനിൽക്കുന്നത്. അവിടെ അവർ ദൈവത്തെ മറന്നു കളയുകയാണ്. ദൈവിക ചോദനകളെ, വിശ്വാസ സമൂഹം സ്വീകരിക്കേണ്ട മൂല്യങ്ങളൊക്കെ കൈമോശം വന്നു പോകുകയാണ്. എന്നാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവിക സംവിധാനങ്ങളെ തകിടം മറിക്കുമ്പോൾ അവിടെ പല രീതിയിൽ അവരെ രക്ഷിക്കാൻ പല മാർഗങ്ങൾ ദൈവം വിട്ടുകൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നവരെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് ഇല്ലായ്മ ചെയ്യാൻ ആ സമൂഹം വെമ്പൽ കൊള്ളുന്നത് നമ്മൾ കാണും. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് പിന്നെ ഒരു സമയം ഒരുങ്ങാനായിട്ട് പ്രത്യേകമായിട്ട് ലഭ്യമാകില്ല എന്ന് ഈ സൂചനകളിലൂടെ ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. ലോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ അധ്യായത്തിൽ കാണുമ്പോൾ അവൻ മറ്റൊരിടത്ത് നിന്ന് ഒരു പ്രദേശത്ത് വന്ന് താമസിക്കുന്നു. ആ പ്രദേശത്ത് അവൻ കുറേ കാലം താമസിച്ച് കഴിയുമ്പോൾ അവനിലുണ്ടായിരുന്ന നന്മകൾ കെട്ടുപോകുന്നു എന്നത് മാത്രമല്ല, ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന കുറവുകൾ അവനിലേക്ക് സ്വീകരിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. ഇപ്രകാരം സ്വർഗഭോഗത്തിനൊക്കെ അടിമപ്പെട്ട ഒരു സമൂഹത്തിൽ ഈ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് 2 വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അതിഥികളായിട്ട് സ്വീകരിച്ച് അവിടെ താമസിച്ച് അന്നേ ദിവസം രാത്രിയാകുമ്പോൾ ഈ സോദോം ഗൊമോറ പ്രദേശത്തുള്ള മനുഷ്യരൊക്കെ, യുവാക്കളും വൃദ്ധന്മാർ വരെ ലോത്തിൻ്റെ വീടിന് ചുറ്റും വളഞ്ഞു എന്നാണ് പറയണേ. എന്നിട്ട് അവരുടെ ഇംഗിതങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ലോത്തിനോട് ആവശ്യപ്പെടുകയാണ് ഈ അതിഥികളായിട്ട് വന്ന 2 വ്യക്തികളെ. അപ്പോൾ ലോത്ത് പറയുന്ന ഒരു മറുപടിയുണ്ട്. അവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുത്, അവരെൻ്റെ അതിഥികളാണ്. പകരം എൻ്റെ 2 പെൺമക്കളുണ്ട്, അവർ കന്യകമാരാണ്. അവരോടൊപ്പം ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ സുഖഭോഗത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. സ്വന്തം അപ്പൻ തൻ്റെ സ്വന്തം പെൺമക്കളെക്കുറിച്ചാണ്. അവിടെ ആ മനുഷ്യൻ എന്തുമാത്രം അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് വന്നു ചേർന്ന് അവിടുത്തെ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് ഒരു മനുഷ്യൻ എന്തുമാത്രം താഴേക്ക് എത്താൻ പറ്റും, അതിൻ്റെ പ്രതീകമാണ് ലോത്ത്. ലോക ഭൗതിക ചിന്തകൾ എങ്ങനെ ഒരു നല്ല മനുഷ്യനെ താഴേക്ക് കൊണ്ടുവരുമെന്ന് ലോത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോത്തിനെ തീർച്ചയായിട്ടും ഇപ്രകാരം അവതരിപ്പിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എന്താണൊരു വഴിയെന്ന് ലോത്ത് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ ഇതൊന്നും കൂട്ടാക്കുന്നില്ല. അവരുടെ ചിന്തകൾ നിലനിൽക്കുന്ന സംവിധാനത്തിനെതിരായതുകൊണ്ട് ലോത്തിനെ പ്രിയപ്പെട്ടവരൊക്കെ രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പറയാണ്, നിനക്ക് ഇനി ആരൊക്കെ ഇവിടെ രക്ഷപ്പെടാനുണ്ട് എന്ന് ഈ അതിഥികൾ ലോത്തിനോട് ചോദിക്കുന്നുണ്ട്. അവരതിനു വേണ്ടിയിട്ടാണ് വന്നത്. സോദോം ഗൊമോറ പ്രദേശങ്ങളെ നശിപ്പിക്കാനായിട്ട് വന്നവരായിരുന്നു. അവർ ലോത്തിനോട് ചോദിക്കുന്നുണ്ട്, നീയും നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം ഞങ്ങൾ രക്ഷിക്കാം. കാരണം ഇത് അത്രമാത്രം മലീമസമായ ഒരു സമൂഹത്തെ ദൈവം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഞങ്ങൾ നിയോഗിക്കപ്പെട്ട് വന്നിരിക്കുകയാണ്. ആരൊക്കെയാണ് രക്ഷിക്കേണ്ടത്? ലോത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇതിന് 2 പെൺമക്കളുണ്ട്, ഇനി ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ലോത്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ അപ്രകാരം ലോത്തിനെ ഇവർ കൈക്ക് പിടിച്ച് വലിച്ചിഴച്ച് നഗരത്തിന് വെളിയിലേക്ക് പുറത്തേക്ക് എറിഞ്ഞ് രക്ഷപ്പെടുത്തി എന്നാണ് പറയണത്. അങ്ങനെ ദൈവിക ചോദനകൾ വന്നിട്ടും അത് തിരിച്ചറിയാൻ കഴിയാതെ വീണ്ടും ആ പാപത്തിൽ തന്നെ തുടരാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ദൈവം വന്ന് വിളിച്ചിട്ട് പോലും, ദൈവിക ദൂതന്മാർ അടുത്ത് വന്നിട്ട് പോലും ലോത്തിന് എത്തിപ്പെടുന്നുള്ളൂ. അപ്പോൾ ലോകത്തിലേക്കുള്ള നോട്ടം, സമ്പത്ത്, സുഖം, സന്തോഷം ഇവയുടെ നടുവിൽ നിൽക്കുമ്പോൾ കണ്ണുകളെ കടഞ്ഞു പോകുന്ന, തിമിരം ബാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവിടെ നിന്ന് മാനസാന്തരത്തിലേക്ക് പ്രവാചകരിലൂടെയോ ദൈവിക മനുഷ്യരിലൂടെയൊക്കെ ഇടപെടലുകൾ വരുമ്പോൾ ഒരു യൂ-ടേൺ അടിക്കാനുള്ള ഒരു ആഹ്വാനം ഈ ദൂതന്മാർ നൽകുന്നുണ്ട്. ഇപ്പോൾ ലോത്തിൻ്റെ നോട്ടം മുഴുവൻ കയ്യിലുള്ള മണ്ണ്, സമ്പത്ത്, പദവി അവയിലൊക്കെയായിരുന്നു. ഇടയ്ക്ക് പിന്തിരിഞ്ഞ് നോക്കാനുള്ളൊരു പ്രലോഭനം ദൈവം വിളിച്ചു കൊണ്ടുപോകുമ്പോഴും അങ്ങനെ ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണൊക്കെ ആയിട്ട് മാറുന്നത് ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം സമ്പത്തിനേക്കാൾ വലുതായിട്ട് ദൈവത്തെ കാണുന്നില്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകാവുന്ന അപകടങ്ങളുടെ ഏറ്റവും വലിയ സ്മാരകമായിട്ട് ലോത്തിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹമിനെ ഓർത്ത് ലോത്തിനെ രക്ഷിച്ചുവെന്നാണ് 29-ാമത്തെ വചനത്തിൽ പറയുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് അതാണ്. ഈ നഗരങ്ങളോട് മനസ്സിലുള്ള വിഷമം കൊണ്ട്, അവർ അനുസരിക്കായക കൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞ പ്രകാരം നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷിച്ചു. അപ്പോൾ ദുർനടപ്പുകാരനായവനെ ഓർത്ത് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിലൂടെ രക്ഷ സാധ്യമാണെന്ന് വീണ്ടും അബ്രാഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലും.
പ്രിയപ്പെട്ട അമ്മമാരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്കൊക്കെ വേണ്ടി അനുസരണത്തിനും അവരുടെ നല്ല നടപ്പിനൊക്കെ വേണ്ടിയിട്ട് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അതിന് വിലയുണ്ടെന്ന്, അത് സമയം വയ്ക്കാതെ, കാലം നോക്കാതെ, ദിവസങ്ങൾ നോക്കാതെ, മണിക്കൂർ എണ്ണാതെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ പഴയ നിയമ പൂർവ്വപിതാക്കൾ ദൈവത്താൽ നേരിട്ട് നയിക്കപ്പെട്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാനുള്ളൊരു ആഹ്വാനം ഈ അധ്യായം നമുക്ക് മുന്നിൽ നൽകുന്നുണ്ട്. ഏറ്റവും അവസാന ഭാഗത്ത് 19-ാം അധ്യായത്തിൽ 2 കൂട്ടരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജനതയ്ക്ക് കാലാകാലങ്ങളിൽ ഉപദ്രവമായി മാറിയ 2 കൂട്ടർ, അവരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് 19-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. മോവാബ്യരും അമ്മോന്യരും. ലോത്ത് മുമ്പ് പറഞ്ഞിരുന്ന അതിഥികളെ സംരക്ഷിച്ച് സ്വന്തം മക്കളെ നാശത്തിന് വിട്ടുകൊടുക്കുകയാണ്. ലോത്ത് പണ്ട് സൂചിപ്പിച്ച പ്രകാരമാണ്, അതിഥികളെ രക്ഷിച്ച് എൻ്റെ പെൺമക്കളെ നിങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിന് കാലാതിർത്തിയിൽ പിന്നീട് അത് തിരിഞ്ഞ് ലോത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് സ്വീകരിക്കപ്പെടേണ്ടി വരികയാണ്. ഇപ്രകാരമാണ് ലോത്ത് അത് അഭിമുഖീകരിക്കുന്നത്. അവിടെയുള്ള എല്ലാ മനുഷ്യരും മറ്റ് പുരുഷന്മാരെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ലോത്തിൻ്റെ പെൺമക്കൾ സ്വന്തം അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് ബോധരഹിതനാക്കി അപ്പനിൽ നിന്ന് സന്താനങ്ങളെ ജനിപ്പിക്കാൻ തക്ക രീതിയിൽ ആ മക്കൾ ചിന്തിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പം മാതാപിതാക്കളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകൾ അതതിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിൽ മക്കളിലൂടെ തുടരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ 19-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ലോത്തിലൂടെ തൻ്റെ മൂത്ത മകൾക്ക് അപ്പനിലൂടെ ജനിച്ചവനാണ് മൊവാബ്, അവരിൽ നിന്നുണ്ടായതാണ് മൊവാബ്യൻ. ഇളയ മകൾക്ക് അപ്പനിൽ നിന്ന് ജനിച്ചവളാണ് ബെൻ അമ്മീൻ, അതിൽ നിന്നാണ് അമ്മോന്യർ എന്ന് പറയുന്ന ഒരു വംശമുണ്ടാകുന്നത്. ഇസ്രായേൽക്കാർ തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ സ്ഥിരം യുദ്ധം ചെയ്തത് ഇവരോടായിരുന്നു, ഈ മൊവാബ്യരോടും അമ്മോന്യരോടും. ഇത്രയുള്ള ഭാഗങ്ങളാണ് ഈ 18-19 അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ വിവിധ ദൈവിക ഇടപെടലുകളിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന ജോബിൻ്റെ പുസ്തകത്തിലെ 2 അധ്യായങ്ങളിൽ ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ഒരു കരസ്പർശം വിശ്വസ്തയോടെ നിലനിൽക്കുന്നവന് ഉണ്ടാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. സുഭാഷിതങ്ങളിൽ കണ്ടുമുട്ടുക ഈ ജ്ഞാനത്തോടുകൂടി, ദൈവത്തിൽ നിന്ന് വരുന്ന അറിവോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അറിവിനെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ദൈവിക മനുഷ്യർക്ക് സംലഭ്യമാകുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമുക്കായിട്ട് സ്വാംശീകരിച്ച് നൽകപ്പെടുന്നത്. അധ്യായം 18. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽമൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനണി, അങ്ങനിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാലി കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു. അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച അപ്പം ഉണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവനത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടുനിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും
വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു. ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നതുവരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്തും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചുവെക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രാഹം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രാഹം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അതങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവൻ്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രാഹം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലും 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തിയാൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരേ ഉള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുതേ. ഒരുപക്ഷേ 30 പേരേ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരേ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവേ, കോപിക്കരുതേ. ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. അധ്യായം 19. വൈകുന്നേരമായപ്പോൾ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പവുമുണ്ടാക്കി. അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളർന്നു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു.
പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. മാറി നിൽക്കൂ. അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു. ആ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റുടനെ സ്ഥലം വിട്ടു പോവുക. കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക. അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിനു ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക. പിന്തിരിഞ്ഞു നോക്കരുത്. താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത്. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനെ പറയരുതേ. ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ, ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്ന അത്ര അടുത്താണ്. ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അത് ചെറുതാണല്ലോ. അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ടോടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറായിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗൊമോറായ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ 2 പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി. ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു. ഇന്നും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം. ഇന്ന് നീ പോയി അവനോട് കൂടി ശയിക്കുക. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. അന്നു രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു.
ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിൻ്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു. മൊവാബ് എന്നവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മൊവാബിയരുടെ എല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു. ബെൻ അമ്മി എന്ന് അവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെ എല്ലാം പിതാവാണ് അവൻ. ജോബ് അദ്ധ്യായം 7. മനുഷ്യജീവിതം നിർബന്ധിത സേവന മാത്രമല്ലേ? അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്കു തുല്യമല്ലേ? അടിമ തണലിനു വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്കു വേണ്ടിയെന്ന പോലെയും. ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. പുഴുക്കളും മാലിന്യവും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. എൻ്റെ തൊലി വിണ്ടുകീറി ചലമൊലിക്കുന്നു. എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീടൊരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയിക്കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞു മറയുന്നതുപോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവൻ്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല. അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഹൃദയവ്യഥകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും. അങ്ങെനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ? എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ തൽപ്പം എൻ്റെ വ്യസനം ശമിപ്പിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങെന്നെ ഭയപ്പെടുത്തുന്നു. ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു. അസ്ഥിപഞ്ജരമാകുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആശയറ്റവനാണ്. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ ഏകനായി വിടുക. എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ്. അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവൻ്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കാനും അവനാരാണ്? ഉമിനീരിറക്കാൻ പോലും ഇടതരാതെ എത്രനാൾ അങ്ങെന്നെ നോക്കിയിരിക്കും? മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ, ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്ക് അതിനെന്താണ്? അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വെച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഒരു ഭാരമായി തീർന്നത്? എൻ്റെ പാപങ്ങൾ അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ? എൻ്റെ തെറ്റുകൾ പൊറുത്തുകൂടെ? ഞാനിപ്പോൾ പൊടിയിൽ ചേരും. അങ്ങ് എന്നെ അന്വേഷിക്കും, എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല. അദ്ധ്യായം 8. ശൂഖ്യനായ ബിൽദാദ് പറഞ്ഞു, നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ? ദൈവം നീതിക്ക് മാർഗഭ്രംശം വരുത്തുമോ? സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ? നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം. തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു,
കടന്നുപോയ തലമുറകളോട് ആരായുക. പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു. അവർ നിന്നെ പഠിപ്പിക്കും. വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ? തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും. അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. അവൻ്റെ ശരണം ചിലന്തി വലയാണ്. അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു, എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല. അവൻ അതിന്മേൽ മുറുകെ പിടിക്കും, എന്നാൽ അത് നിലനിൽക്കുകയില്ല. അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു. അവൻ്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അവൻ്റെ വേരുകൾ കൽക്കൂനകളിൽ ചുറ്റിപ്പടരുന്നു. അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു. അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് പറയും. ഇത്രയേ ഉള്ളൂ അവൻ്റെ സന്തോഷം. അവിടെ വേറെ മുളകൾ പൊന്തിവരും. നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല. അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും. നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും. ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും. സുഭാഷിതങ്ങൾ അദ്ധ്യായം 2. മകനെ, എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക. അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളിയെന്ന പോലെ തേടുകയും നിഗൂഢ നിധിയെന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും.